നമസ്കാരം, പൗളി ന്യൂസിലേക്ക് സ്വാഗതം. സഭാ വാർത്തകൾ. ഫ്രാൻസിസ് പാപ്പ കായിക താരങ്ങൾക്ക് ആശംസ അർപ്പിച്ചു. സമാധാനത്തിന്റെ പ്രാധാന്യം കുട്ടികളെ ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. വയോധികരും യുവജനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ഫ്രാൻസിസ് പാപ്പ. ഇടവക വാർത്തകൾ. വിളവധികം, വേലക്കാരെ ചുരുക്കം. ഫാദർ സെബിൻ ചോനയെടുത്ത്. കാരുണ്യത്തിന്റെ കരങ്ങളുമായി ഇടവകാംഗങ്ങൾ. 1001 സൗഖ്യവചനങ്ങൾ. വാർത്തകൾ വിശദമായി. ജൂലൈ മാസം 23-ാം തീയതി വത്തിക്കാൻ ചതുരത്തിൽ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാനന്തരം പാരീസിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്ക് ആശംസകൾ അർപ്പിച്ചു. കായിക താരങ്ങളെ സമാധാനത്തിന്റെ സംവാഹകർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവർക്ക് ആശംസകൾ അർപ്പിച്ചത്. സമാധാനം സ്ഥാപിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ ഒന്നാണെന്ന് കുട്ടികളെ ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ ആശ്രിതരുടെ കുട്ടികൾക്കായി കുട്ടികളുടെ വേനൽക്കാലം എന്ന പേരിൽ ഒരുക്കിയ വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് സഹോദരങ്ങൾ തമ്മിലും കുടുംബത്തിലും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അവ കഴിയുന്നതും വേഗം അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. യുവജനങ്ങളും വയോധികരും തമ്മിൽ ഒരു പുതിയ കൂട്ടുകെട്ടിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് ഫ്രാൻസിസ് പാപ്പ സാമൂഹ്യ മാധ്യമമായ എക്സിൽ ജൂലൈ 24 ബുധനാഴ്ച കുറിച്ച സന്ദേശത്തിലൂടെയാണ് പുതുതലമുറയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഇത്തരമൊരു ബന്ധത്തിന്റെ പ്രാധാന്യം പാപ്പ ഓർമ്മിപ്പിച്ചത്. ഇടവക വാർത്തകൾ. ദേവിളിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഫാദർ സെബിൻ ചോനയെടുത്ത് കുട്ടികളെ ഉത്ബോധിപ്പിച്ചു. ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാരുണ്യഭവന നിർമ്മാണം എല്ലാവരുടെയും പ്രാർത്ഥനയോടും സഹകരണം കൊണ്ടും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി വചനങ്ങളാണ്. വികാരി ഫാദർ സ്റ്റാർസനച്ചൻ എഴുതിയ 1001 സൗഖ്യവചനങ്ങൾ വത്സല പിതാവ് ജേക്കബ് തൂമ്പഴി പ്രകാശനം ചെയ്തു. നന്ദി. വാർത്തകൾ വായിച്ചത് ഇസാ ജോഷി.